ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അൽ ജസീറ ബാങ്കിൽ എങ്ങനെ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിൽ പോകാതെ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലോ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ATM കാർഡ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കാർഡ് ആയിട്ട് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് അൽ ജസീറ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഭാഗം ഓപ്പണായി വരും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഏറ്റവും താഴെയായിട്ട് മോർ ഓപ്ഷൻസ് എന്നൊരു ഭാഗം കാണാം. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയൊരു പോപ്പപ്പ് ഓപ്പനായി വരും. അവിടെ ഓപ്പൺ എ ന്യൂ അക്കൗണ്ട് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇതിൽ പറയുന്നത് നഫാത്ത് വെരിഫിക്കേഷൻ, പേഴ്സണൽ അഡ്രസ്സ്, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഇൻഫർമേഷൻ, ഡിജിറ്റൽ എൻറോൾമെൻറ്റ്, റിവ്യൂ ആപ്ലിക്കേഷൻ എന്നീ 6 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നാഷണൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ താഴെയുള്ള ഐ ഹാവ് എ നാഷണൽ അഡ്രസ്സ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അതിന് തൊട്ട് താഴെ കാണുന്ന ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഇൻഫർമേഷൻ കൊടുക്കേണ്ട പേജ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങളുടെ ID നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നഫാത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഈ നമ്പർ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നഫാത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാം. അത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര നമ്പറാണോ അവിടെ കണ്ടത് ആ ഒരു നമ്പർ ഇവിടെ അമർത്തി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നഫാത്ത് ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാമറ ഓപ്പൺ ആകുന്നതാണ്. ക്യാമറ ഓപ്പൺ ആകുമ്പോൾ ഫേസ് ആ റൗണ്ടിൽ വരത്തക്ക രീതിയിൽ പിടിച്ചതിന് ശേഷം ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. നേരെ തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫിക്സായി വന്നിട്ടുണ്ട്. നാഷണൽ അഡ്രസ്സ് എല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യണം. എഡ്യൂക്കേഷൻ ലെവൽ ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ അക്കൗണ്ട് പർപ്പസ് സെലക്ട് ചെയ്യണം. പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ സെലക്ട് ചെയ്യാം. സേവിങ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം അഡീഷണൽ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെയോ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവരുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അവരുടെ വീട്ടുപേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അവരും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണോ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഫോൺ നമ്പർ കൊടുക്കാനുള്ള പേജുണ്ട്. അവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുഴപ്പമില്ല, അവരുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഹോം കൺട്രി ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ സിറ്റി നെയിം എന്നാണ് ചോദിക്കുന്നത്. സിറ്റി നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇന്ത്യൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അവിടെ അതിൻ്റെ കൺട്രി കോഡും കാണാൻ സാധിക്കും. അതിന് തൊട്ടുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇന്ത്യൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പ്ലീസ് സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ ഏത് തരം ജോലിയാണ് ചെയ്യുന്നത് ആ ഒരു ജോലി സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലീസ് സെലക്ട് ഇൻകം എന്നുള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ
സാലറി ബോണസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എംപ്ലോയർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ജോയിനിങ് ഡേറ്റ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച ഇയർ, മന്ത്, ഡേറ്റ് ക്രമത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എംപ്ലോയർ സെക്ടർ എന്നുള്ള ഭാഗത്തിന് താഴെ കാണുന്ന പ്ലീസ് സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെൻറ് ജോലിയാണോ പ്രൈവറ്റ് ജോലിയാണോ ചെയ്യുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ജോബ് ടൈറ്റിൽ എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതുതരം ജോലിയാണ് ചെയ്യുന്നത് ആ ഒരു ജോലിയുടെ മാതൃക, അതായത് മേഖല ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്രയാണ് ഇൻകം, അതായത് നിങ്ങൾക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് ആ ഒരു സാലറി മന്ത്ലി എത്ര കിട്ടുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എത്ര എമൗണ്ടാണോ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്രയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് അതും ഇതുപോലെ പ്ലീസ് സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞാൽ താഴെയുള്ള അഡീഷണൽ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ അക്കൗണ്ട് ആക്ടിവിറ്റി പ്രിഫറൻസ് എന്നൊരു പേജ് ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. ഇതിൽ പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതിനായി സെലക്ട് ദ നിയറസ്റ്റ് ബ്രാഞ്ച് ടു യു എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൗദിയിലുള്ള ഒട്ടനവധി സ്ഥലങ്ങളുടെയും ബാങ്കുകളുടെ അതായത് സ്ഥലങ്ങളിലുള്ള അൽ ജസീറ ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് ഏതാണോ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ബ്രാഞ്ച് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം. ഡിജിറ്റൽ കാർഡാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഫിസിക്കൽ കാർഡാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫിസിക്കൽ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിക്കപ്പ് ഫ്രം ബ്രാഞ്ച്, അതുപോലെ ഡെലിവറി ടു നാഷണൽ അഡ്രസ്സ് എന്നുള്ള 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് കൈപ്പറ്റാൻ വേണ്ടി ബ്രാഞ്ച് പിക്കപ്പ് ഫ്രം ബ്രാഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെലിവറി അഡ്രസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഡെലിവറി അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അൽ ജസീറ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനുള്ള പേജാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ചിഹ്നങ്ങൾ, അക്കങ്ങൾ അടങ്ങുന്ന യൂസർ നെയിമും അതുപോലെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡും അതുപോലെ തന്നെ താഴെയുള്ള ബോക്സിലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലായി വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പേര്, അതുപോലെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഒരേ പേജിൽ വന്നിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. എല്ലാം കറക്റ്റാണെങ്കിൽ താഴെയുള്ള സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഓപ്പൺഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണാം. അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് അക്കൗണ്ട് നമ്പർ, ഐബാൻ നമ്പർ, അതുപോലെ യൂസർ നെയിം എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് അൽ ജസീറ ബാങ്കിൽ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക, അതുപോലെ ATM കാർഡ് കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.